ഇത് ആയിരംകണ്ണി ഭഗവതി ക്ഷേത്രം. നമ്മുടെ തൃശ്ശൂർ ഏങ്ങണ്ടിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മുത്തശ്ശി കഥ പോലെ ജനങ്ങൾ എന്നും വിശ്വസിച്ചു കൊണ്ടുപോകുന്ന ഒരമ്മയുടെ കഥ. 1000 കണ്ണുള്ള ഈ പരാശക്തി തന്നെയാണ് ഈ നാടിനെ മുഴുവൻ കാത്തു സൂക്ഷിക്കുന്ന പരദേവത. കാവും നാഗരാജാക്കന്മാരും ശ്രീനാരായണ ഗുരു വരെ നമ്മുടെ നാട്ടിൽ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അദ്ദേഹം നിന്നിരുന്ന ആ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ആ പ്രതിമയോട് ചേർന്ന് തന്നെ ഒരു വേപ്പിൻ്റെ മരം നിൽക്കുന്നത് കാണാം. അത് ഇന്നും കഴിക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം വന്ന് ആ മരത്തിലൊന്ന് ചാരി നിന്ന് 1000 കണ്ണുള്ള അമ്മയുടെ ശക്തികളെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ഈ അമ്മയോട് ചേർന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ് ഒരു തങ്ങളെ. എന്താ ഹിന്ദു ക്ഷേത്രത്തിലൊരു തങ്ങൾ? കേരളത്തിൽ ഇതുവരെ മറ്റൊരു ഹിന്ദു ക്ഷേത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഒരു തങ്ങളെ. അതിനും പറയാനുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റൊരു കഥ. വഴിയാത്രക്കാരനായ ഒരു മഹാമന്ത്രവാദി തങ്ങളുണ്ടായിരുന്നത്രേ അന്നത്തെ കാലത്ത്. മഹാമാന്ത്രികന് അമ്മയോട് ചെറിയൊരു വിരോധം. കാലങ്ങളായി താൻ അതിലെ സഞ്ചരിക്കാറുണ്ടെന്നും ഇതുവരെ 1000 കണ്ണുള്ള ഭഗവതിയെ ഞാൻ കണ്ടിട്ടില്ലെന്നൊരു പുച്ഛഭാവത്തോടു കൂടി അമ്മയുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചു. 1000 കണ്ണുള്ള ഭഗവതിയാണെങ്കിൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്ന്. വെല്ലുവിളിച്ചതിൻ്റെ അവസാനത്തിൽ തങ്ങൾ നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്ന് എന്തോ ഒന്ന് ശക്തിയായിട്ട് പ്രകാശിക്കുന്നു. എന്താണെന്ന് തിരക്കാൻ അടുത്തേക്ക് നടന്ന തങ്ങൾ കണ്ട് ഞെട്ടിത്തിരിഞ്ഞു. സർവ്വമുടിയും അഴിച്ചു വെച്ച് ആടയാഭരണങ്ങളോട് കൂടി ആരോ ഇരുന്ന് മുടി ചെയ്യുന്നു. ആരായെന്നുറക്കെ വിളിച്ചു ചോദിച്ച തങ്ങൾ ഞെട്ടി ബോധരഹിതനായി വീണു. 1000 കണ്ണുള്ള ഭഗവതി തൻ്റെ 3/4 കണ്ണ് തുറന്നപ്പോഴേക്കും തങ്ങൾ സമാധിയായി. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന 1000 കണ്ണുള്ള ഈ പരാശക്തി ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന പരാശക്തി തന്നെയാണ്. കഥകൾക്കും വിശ്വാസങ്ങൾക്കും ഇപ്പുറം കേരളത്തിൽ എണ്ണം പറഞ്ഞ പൂരങ്ങളിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന 1000 കണ്ണി പൂര മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. ഈ വരുന്ന ഫെബ്രുവരി 17-ാം തീയതി ഞങ്ങളുടെ എല്ലാം പരാശക്തിയായിട്ടുള്ള 1000 കണ്ണി ഭഗവതിയുടെ ക്ഷേത്ര മഹോത്സവത്തിലേക്ക് സ്വാഗതം.